നമസ്തേ. ഒരുവൻ എപ്പോഴാണ് ജ്ഞാനോദയം പ്രാപിക്കാനായിട്ട് സാധിക്കുക? ഏതൊക്കെയാണ് ജ്ഞാനോദയത്തിലേക്കുള്ള വിവിധ ഘട്ടങ്ങൾ? ഒരുവന് ജ്ഞാനോദയം ലഭിക്കുവാനായിട്ട് എത്ര സമയം വേണ്ടിവരും? ഒരു ഗുരുവിന്റെ സ്പർശനത്താൽ കുണ്ടലിനി ശക്തി അവയക്കാകുന്ന സമയത്ത് ജ്ഞാനോദയം പ്രാപിക്കുകയാണോ ചെയ്യുന്നത്? ജ്ഞാനോദയത്തിന്റെ പാതയിലേക്ക് വരുന്നതിന് മുൻപ് ഏതൊരു ജ്ഞാനിയായാലും ഏതൊരു യോഗിയായാലും ഏതൊരു അസെൻഡഡ് മാസ്റ്റർ ആയാലും അയാൾക്കൊരു കാലഘട്ടമുണ്ട്. ദ സ്റ്റേജ് ഓഫ് ഇഗ്നറൻസ് എന്ന് നമുക്കതിനെ വിളിക്കാം, അഥവാ അജ്ഞതയുടെ കാലഘട്ടം. ഇത് തന്നെയാണ് ജ്ഞാനോദയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അജ്ഞതയുടെ കാലഘട്ടം അല്ലെങ്കിൽ അവിദ്യയുടെ കാലഘട്ടം. ഇത് നാം എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ്. ചിലർ പക്ഷേ ഈ സ്റ്റേജിൽ തന്നെ ജീവിതകാലം മുഴുവൻ സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുമുണ്ട്. പുനർജന്മത്തിന്റെ കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ മോക്ഷം പ്രാപിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിദ്യയുടെ അല്ലെങ്കിൽ അജ്ഞതയുടെ ഇഗ്നറൻസിന്റെ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് ഒന്നിനെ കുറിച്ചും ബോധറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈറ്റ് എന്ന് പറയുന്നത്. എന്താണോ തന്നെ എക്സൈറ്റ് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും ആ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് സ്ലീപ്പ് മാത്രമായിരിക്കും. ഭക്ഷണം, ഉറക്കം, അത്രമാത്രം. ഈവൻ അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് പോലും അജ്ഞതയായിരിക്കും, ഇഗ്നറൻസ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ അറിവിന്റെ അഭാവം കാണുവാനായിട്ട് സാധിക്കും. ഈ സ്റ്റേജിൽ ആയിരിക്കുന്ന സമയത്ത് പുറം ലോകത്താൽ നാം നയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ലോവർ ഓർഡർ തിങ്കിങ് ആയിരിക്കും ഉണ്ടാവുക. മാത്രവുമല്ല, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ മാത്രമാണ് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മോട്ടിവേഷന്റെ ഒരു ഘട്ടത്തിലേക്ക് ഈ സ്റ്റേജിൽ പ്രവേശിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് വരാനിരിക്കുന്ന സ്റ്റേജിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രൈറ്റ് ആണ്. ഈ സമയത്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് പുറത്തു നിന്നുള്ള പുഷസ് അല്ലെങ്കിൽ ഫോഴ്സസ്. അതിനാലാണ് ഈ സ്റ്റേജിൽ മനുഷ്യൻ നയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അവന്റെ ഇമ്പൾസസിനനുസരിച്ചും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വ്യക്തികൾ പുറം ലോകത്താൽ അല്ലെങ്കിൽ സൊസൈറ്റിയാൽ വശംവദരായിപ്പെട്ടു പോവുകയാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതും വളരെ ഒരു താഴ്ന്ന നിലവാരത്തിൽ മാത്രം ഇവർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ജീവിതത്തിൽ ആത്യന്തികമായിട്ട് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ്, സ്ലീപ്പ് എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത്. പ്രധാനമായും മൂലാധാര ചക്രയുടെ ഗുണങ്ങളാണ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിലാണ് നമ്മളുടെ കുണ്ടലിനി ശക്തി സ്റ്റക്കായിട്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മൂലാധാര ചക്രം പോലും ഓപ്പൺ ആകാത്തൊരവസ്ഥയാണ് ഈ ആദ്യത്തെ സ്റ്റേജ് ഓഫ് ഇഗ്നറൻസ് അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റേജ് അവിദ്യയുടേതായിരുന്നെങ്കിലും അയാൾ ആയിരിക്കുന്ന എൻവയോൺമെന്റിൽ, പ്രപഞ്ചം പ്രകൃതിയിലൂടെ, പ്രകൃതി അയാളുടെ ചുറ്റിനുമുള്ള എൻവയോൺമെന്റിൽ കൂടെ ഒരുപാട് സ്റ്റിമുലസുകൾ അയാളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നോളജ് പ്രസന്റ് ചെയ്യപ്പെടുകയാണ്. ഈ നോളജ് ചിലപ്പോൾ ലഭിക്കുന്നത് ഗുരുക്കന്മാരിൽ കൂടി ആയിരിക്കാം, സഹവർത്തികളിൽ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് നേരിട്ട് പ്രകൃതിയിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായിരിക്കാം. അപ്പൊ ഈ ഗ്രഹിച്ചെടുക്കുക എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് ഈ ഒരു സ്റ്റേജിന്റെ രഹസ്യം. അതായത് രണ്ടാമത്തെ ഈ സ്റ്റേജിൽ ചുറ്റിനും പ്രസന്റ് ചെയ്യപ്പെടുന്ന നോളജിനെ പതിയെ സ്വീകരിച്ചു തുടങ്ങുകയാണ്. അതായത് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഈ അറിവ് വരുന്ന സമയത്ത് ചിലത് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്പൺനെസ് ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് അത് പതിയെ പ്രവർത്തിച്ചു തുടങ്ങും. ഈ അറിവ് പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്താണ് അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കോമൺ സെൻസ് അവിടെ ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ലോകത്തിന് വശംവദനായിട്ട് പോയിക്കൊണ്ടിരുന്നയാൾ പതിയെ അറിവിലേക്ക് തിരിയുകയാണ്. കോമൺ സെൻസ് സ്റ്റേജിൽ ആളുകൾ കാര്യങ്ങളെ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് ചെയ്യുവാനായിട്ട് പഠിക്കുകയാണ്. ഇവരിൽ സാധാരണക്കാരന്റെ യുക്തി വർക്ക് ചെയ്യുകയും കോമൺ സെൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുകയാണ്. കോമൺ സെൻസ് ക്രിയേറ്റ്സ് എ കോമൺ മാൻ. കോമൺ സെൻസിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന സമയത്ത് അതൊരു സാധാരണക്കാരനെ മാത്രമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡും സ്ലീപ്പും മാത്രം പറയുന്ന വ്യക്തി ഫുഡ്, സ്ലീപ്പ്, ട്രാവൽ എന്നൊക്കെ ചിലപ്പോൾ പറയാനായിട്ട് തുടങ്ങും. അതായത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനെ ആസ്വദിച്ച് കഴിക്കുവാനായിട്ടും ഉറക്കത്തിനെ ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങുവാനായിട്ടും, അതായത് ഉറക്കം കഴിയുന്ന സമയത്തുള്ള സാറ്റിസ്ഫാക്ഷനെ അയാൾക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുകയാണ്. എപ്പോഴാണ് ഉറക്കത്തിന്റെ സ്കേഴ്സിറ്റി വരുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. കാരണം കോമൺ സെൻസ് അവിടെ വർക്ക് ചെയ്തു തുടങ്ങി, അയാൾക്ക് നോളജ് ആക്വിസിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണ്. ഇവിടെ അറിവ് പുറത്തു നിന്നാണ് ലഭിക്കുന്നത്. പുറത്തുനിന്ന് ലഭിക്കുന്ന ഈ അറിവ് കിട്ടുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെ സെൻസിബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. കാരണം കാര്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ്. ആദ്യം അവർ എന്തായിരുന്നു ചെയ്തത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഉറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് ഭക്ഷണം കഴിച്ചത്, വിശക്കുമ്പോൾ കഴിക്കുന്നു, ഉറക്കം വരുമ്പോൾ ഉറങ്ങുന്നു എന്നല്ലാതെ അതൊക്കെ ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു ഇൻസ്റ്റിങ്ച്വൽ ബേസിൽ ഒരു മൃഗത്തിൽ നടന്നു പോകുന്നത് പോലെ നടന്നു പോകുന്നു എന്നല്ലാതെ അതിന്റെ കാര്യകാരണങ്ങളൊന്നും അറിയില്ലായിരുന്നു. ബട്ട് നോളജ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആകുകയാണ്.
ഈ ഒരു കോമൺ സെൻസ് സ്റ്റേജിൽ അല്ലെങ്കിൽ നോളജ് സ്റ്റേജിൽ നമുക്ക് സ്വാധിഷ്ഠാന ചക്രയുടെ ഒരു ഡൊമിനൻസ് കാണുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളാണ് വ്യക്തികളിൽ കൂടുതലായിട്ട് വെളിവാകുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യത്തെ അവിദ്യയുടെ സ്റ്റേജിൽ നിന്ന് ഈ പറയുന്ന വിദ്യയുടെ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുത്തേക്കാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഈ സ്റ്റേജിലുള്ള ജീവിതത്തിന്റെ കാലഘട്ടത്തിനെ നമുക്കൊരു മോട്ടിവേറ്റഡ് ലൈഫ് എന്ന് വിളിക്കാം. ഇവിടെ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ഡു, എനിക്ക് ചെയ്യണം. അതായത് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള അവിദ്യയുടെ കാലഘട്ടത്തിൽ നിന്ന് അതിനുശേഷം വന്നിട്ടുള്ള നോളജിന്റെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള അറിവുകൾ, അല്ലെങ്കിൽ കൂടുതൽ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, കോമൺ സെൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് അടുത്ത സ്റ്റേജിലേക്കുള്ള ലൈറ്റ് കിട്ടുകയാണ്, എനിക്ക് കൂടുതൽ ചെയ്യണം എന്നുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മോട്ടിവേഷൻ പുറത്തുനിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇവിടെയും ആളുകൾ നയിക്കപ്പെടുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷന്റെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിന്റെയും ഫലമായിട്ട് തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജിൽ എൻവയോൺമെന്റും ഇമ്പൾസും ആണ് നയിച്ചിരുന്നതെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ നോളജും കോമൺ സെൻസും നയിക്കുന്നു. മൂന്നാമത്തെ മോട്ടിവേഷന്റെ സ്റ്റേജിൽ വരുന്ന സമയത്തും നോളജും കോമൺ സെൻസും ഒക്കെ മാസ്റ്റർ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ നയിക്കുന്നതും ഗൈഡ് ചെയ്യുന്നതും എക്സ്റ്റേണൽ വേൾഡിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും. ഇവിടെ ആളുകൾ പറയും ഐ വാണ്ട് ടു ഡു, എനിക്ക് കാര്യങ്ങൾ ചെയ്യണം. ഐ വിൽ ഡു, ഞാൻ എന്തായാലും ചെയ്യും. ഐ വിൽ ട്രൈ, ഞാനത് ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും ദേ വിൽ ഫൈൻഡ് ദംസെൽവ്സ് ഡൂയിങ്, അതായത് അവരത് പ്രവർത്തിക്കുന്നതായിട്ട്, ചെയ്യുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കും. കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കിട്ടുന്നത്. കാരണം ആദ്യം തിയററ്റിക്കൽ ആയിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ അറിവിനെ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ആ കാര്യങ്ങളെ മാസ്റ്റർ പ്രാപിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നത്. എക്സ്പീരിയൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ പുതിയ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഉൾവെളിച്ചങ്ങൾ, അന്തർജ്ഞാനങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണ്. ഇവിടെ ഈ വ്യക്തി ഇൻസൈറ്റ്സ് ആക്വയർ ചെയ്യുന്നതിൽ കൂടുതൽ വിജയിക്കുന്നുണ്ടെങ്കിൽ, അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, തന്റെ പ്രവർത്തികളുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, പതിയെ ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ, അതായത് ഇതുവരെ ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പുറത്തു നിന്നുള്ള മോട്ടിവേഷന്റെ, അതിൽ നിന്നുള്ള ഊർജത്തിന്റെ ഫലമായിട്ടാണെങ്കിൽ, ദിസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വിൽ റീപ്ലേസ്ഡ് ബൈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അയാൾക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ പതിയെ ആക്ടിവേറ്റ് ആയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ പതിയെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലേക്കും വഴിമാറും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ക്രമേണ ഈ വ്യക്തി നാലാമത്തെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്, ദ സ്റ്റേജ് ഓഫ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക്. ഇൻസ്പിരേഷന്റെ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ പഠിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്തത്. എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് തന്നെയാണ് അവിടെ നടന്നത്. ഇൻസ്പിരേഷന്റെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇതിനെയെല്ലാം അപഗ്രഥിക്കാനുള്ള ഒരു സ്കില്ലിലേക്ക് നമ്മൾ വളരുകയാണ്. അതായത് ചെയ്ത കാര്യങ്ങൾ, അതിന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പിറ്റ്ഫാൾസ്, ഇതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനും അതിന്റെ ഗുണദോഷങ്ങൾ, പ്രോസ് ആൻഡ് കോൺസ്, ഇതിനെയൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ പതിയെ ഒരു മാസ്റ്റർ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ആ സമയത്ത് തള്ളേണ്ടവയെ തള്ളുകയും എടുക്കേണ്ടവയെ എടുക്കുകയും ചെയ്യുന്നു. ഉള്ളിൽ നിന്നുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ രൂപപ്പെടുകയാണ്. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ആത്മാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ക്രിയേറ്ററുടെ ഒരു അംശമാണ് നമ്മുടെ ആത്മാവ് എന്നുള്ള നിലയ്ക്ക്. അത് പ്രപഞ്ചത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് തന്നെയാണ്. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇവർക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുകയാണ്. കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ബിയോണ്ട് നോർമൽ ആയിട്ടുള്ള മോട്ടിവേഷൻ അപ്പുറത്താണ്. കാരണം ഇവിടെ ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്നുള്ള എലമെന്റ് മാറി പകരം അവിടെ ഇൻസ്പിരേഷൻ എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. കാരണം എപ്പോഴും മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് അഥവാ പുറത്തു നിന്നുള്ള മോട്ടിവേഷൻ ആയാലും ഇൻട്രിൻസിക് അഥവാ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ ആയാലും അത് എപ്പോഴും ഒരു റിവാർഡിനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ഇൻസ്പിരേഷന്റെ പുറത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ രഹസ്യം നമ്മൾ ഈ സ്റ്റേജിൽ വെച്ച് മനസ്സിലാക്കുകയാണ്. ഈ സ്റ്റേജിൽ വെച്ച് നമ്മൾ മോട്ടിവേഷന്റെ സ്റ്റേജിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മൾ മാസ്റ്ററി പ്രാപിക്കുകയാണ്. അതിനെ പല രീതിയിൽ മാറ്റം വരുത്തി കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇൻസൈറ്റ്സും കൂടെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് അത് അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്രയോടുകൂടി അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ്. സ്നേഹത്തോടുകൂടി വോൾ ഹാർട്ടഡ് ആയിട്ട് ഹൃദയാർപ്പണത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അടുത്ത സ്റ്റേജിലേക്ക് സ്പാർക്ക് ഉണ്ടാക്കുകയാണ്, ഫിഫ്ത്ത് സ്റ്റേജിലേക്ക്.
നാലാമത്തെ ഈ സ്റ്റേജിൽ അനാഹത ചക്രത്തിന്റെ ഗുണങ്ങളാണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ 5ാമത്തെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് വിശുദ്ധ ചക്രയുടെ ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേജും ട്രാൻസ്ഫോർമേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജുമാണ്. ദ സ്റ്റേജ് ഓഫ് റെവലേഷൻ ഓർ ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത്. അതായത് വെളിപാടുകളുടെയും സർഗസൃഷ്ടിയുടെയും സ്റ്റേജ്. വിശുദ്ധ ചക്ര ഡൊമിനേറ്റ് ചെയ്യുന്ന ഈ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കോൺഫിഡന്റും അതുപോലെ തന്നെ ആത്മാഭിമാനമുള്ളവരുമായിട്ട് മാറുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി അക്വയർ ചെയ്ത നോളജിനെ നമ്മൾ അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷം എക്സ്റ്റേണൽ മോട്ടിവേഷന്റെ ഫലമായിട്ട് പ്രവർത്തിച്ചതിൽ നിന്നൊക്കെ ഒത്തിരി മാറി നമ്മൾ ഇൻസ്പിറേഷന്റെ ബേസിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു ടിൽ 4ാമത്തെ സ്റ്റേജ് വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പ്രതി നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ അഭിമാനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ വെച്ച് ആളുകൾക്ക് പുറത്തേക്ക് സംസാരിക്കാനുള്ള ധൈര്യം അധികമായിട്ട് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു കലാകാരൻ അയാളുടെ കലാമേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ വളരെ ഷൈ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകില്ല. ഞാൻ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിലും ആർട്ടിസ്റ്റുകളിലും ഒക്കെ ആ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട്. അവരെടുക്കുന്ന ഫോട്ടോ പുറത്തേക്ക് കാണിക്കാൻ അവർക്ക് മടിയാണ്, അല്ലെങ്കിൽ അവർ ചെയ്ത ആർട്ട് വർക്ക് പുറത്തേക്ക് കാണിക്കാൻ അവർക്ക് മടിയാണ്. അതിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. ഈ സ്റ്റേജിലും ആളുകൾക്ക് സ്റ്റാഗ്നേഷൻ സംഭവിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഏത് സ്റ്റേജിലും സ്റ്റാഗ്നേഷൻ സംഭവിക്കാം. ചില ആളുകളുടെ ലൈഫ് ടൈം മുഴുവൻ ആ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ഉയർന്നു പോകുവാനായിട്ട് സാധിക്കും, അമൂല്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ. ഈ ഒരു റെവലേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഡൊമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ആളുകൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ള ധൈര്യവും കോൺഫിഡൻസും ഉണ്ടാവും. കാരണം നമ്മളൊരു കാര്യത്തിൽ മാസ്റ്ററി പ്രാപിച്ചാൽ മാത്രമേ നമുക്കത് കോൺഫിഡന്റ് ആയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സത്യം നമ്മൾ ആ സ്റ്റേജിൽ തിരിച്ചറിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് റെവലേഷൻ സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് വെളിപാടുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയും കൂടിയാണിത്. അതായത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ നിന്ന് അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിന്റെ സ്വരം നമുക്ക് കുറേയും കൂടെ വ്യക്തമായിട്ട്, മുൻപുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആത്മാവിൽ നിന്നുള്ള ഒരു സ്പാർക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ആത്മാവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഗൈഡൻസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടി തുടങ്ങുക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണ് ആകുന്നത്. മുൻപ് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടും ഇൻസ്പയർഡ് ആയിട്ടുമാണ് ചെയ്തത്. നിങ്ങൾ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ, ഇൻസ്പയർഡ് ബൈ ദാറ്റ് നോവൽ അല്ലെങ്കിൽ ദാറ്റ് ഫിലിം എന്നൊക്കെ പറയുന്നത്. വേറൊരു വർക്ക് കണ്ട് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ചെയ്യുന്നതാണെന്നുള്ളത്. അതുപോലെ ആയിരുന്നു നമ്മൾ മുൻപുള്ള സ്റ്റേജുകളിലെങ്കിൽ ഈ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ക്രിയേറ്റീവ് ആവുകയാണ്. ജെനുവിൻ ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരികയാണ്. നമ്മൾ പുറത്തുനിന്ന് മറ്റ് വർക്കുകൾ കണ്ടിട്ടുള്ള ക്രിയേറ്റിവിറ്റി നമ്മൾ ഉൾക്കൊണ്ടു, പക്ഷേ ആ സമയത്ത് നമ്മൾ അതിൽ ഇൻസ്പയർഡ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് കൂടുതൽ പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ വ്യക്തിമുദ്രയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ബട്ട് ഹിയർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിലൊരു വ്യക്തിക്ക് ക്രിയേറ്റീവ് ആകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ത്രൂ അയാളുടെ സോളാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആർട്ട് വർക്ക് വരുന്നത് അയാളുടെ ആത്മാവിൽ നിന്നുമാണ്. ആ ആത്മാവ് അതിനെ സംശീകരിക്കുന്നതാകട്ടെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആർട്ടിസ്റ്റുകളും ഈ ആർട്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുമെന്നുള്ളത് മുൻപുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് അത് അയാൾ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ ആയിരിക്കാൻ പോകുന്നത്. എങ്ങനെ തന്നെയാണെങ്കിലും ആ സമയത്ത് ഇയാൾക്ക് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ പ്രാണിക് വേൾഡിലേക്ക് അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ്സിലേക്ക് ആക്സസ് കിട്ടുകയാണ്. 4ാമത്തെ സ്റ്റേജ് വരെ, അതായത് ഇൻസ്പിറേഷൻ സ്റ്റേജ് വരെ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ സൃഷ്ടികളുടെ മെയിൻ്റനൻസ് ലെവലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, അതായത് പ്രത്യക്ഷമായിട്ട് ക്രിയേഷനിലേക്ക് നമ്മൾ ഇൻപാർട്ട് ചെയ്യുകയാണ്. സോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്കത് യൂസ് ചെയ്യാനുള്ള കാര്യത്തിനെ നിലനിർത്തുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സൃഷ്ടിപരമായിട്ടുള്ള സ്റ്റേജിലേക്ക് ക്രിയേറ്ററോടൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് ഈ സ്റ്റേജ് വളരെ ഒരു ട്രാൻസ്ഫോർമേഷണൽ സ്റ്റേജ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ വെച്ചിട്ട് ഈ വ്യക്തിയുടെ പ്രവൃത്തി അതിശക്തമായിട്ട് തുടങ്ങുകയാണ്. അയാൾ പുറത്തേക്ക് അയാളുടെ കാര്യങ്ങളെ എത്തിക്കുകയാണ്. ഒരു സ്റ്റേജ് ഓഫ് പ്രസന്റേഷൻ ആണ്. ഈ ഒരു പ്രസന്റേഷന്റെ ഒക്കെ പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത് ദ ഇല്ലുമിനേഷൻ വിൽ ഹാപ്പൻ ദർ.
അതായത് ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ പ്രകാശം എന്ന് പറയുന്നത് ഞാൻ സിംബോളിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇത് അതിനും അപ്പുറത്തുള്ള ഒരു തലമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദ സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഐ ചക്ര ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ആജ്ഞ ചക്ര ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഹിയർ വി സീ എവറിത്തിങ് ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. ഇവിടെ നമ്മൾ കാര്യങ്ങളെല്ലാം ഒരു ഉന്നതമായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇല്യൂമിനേഷൻ, ഹയർ ക്ലാരിറ്റി, കൂടിയ വെളിച്ചം എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് എ സ്റ്റേജ് ഓഫ് ഗ്രേറ്റ് വർക്ക്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഘട്ടമാണിത്. ജ്ഞാനോദയത്തിലേക്ക് പോകുന്ന സമയത്ത് അകക്കണ്ണ് കൃത്യമായിട്ട് തുറക്കപ്പെടുന്നത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്താണ്. ഇൻറ്റ്യൂഷനും അപ്പുറത്തേക്കാണ് നമ്മളുടെ തേർഡ് ഐ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ. ആത്മാവിന്റെ സ്വരം ശ്രവിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ഡയമെൻഷൻസിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും കൂടെ ഈസിലി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റും റോങ്ങും നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. നന്മയെയും തിന്മയെയും ഇരുളിനെയും വെളിച്ചത്തിനെയും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. ഇൻഡ്യൂഷൻ നമ്മൾ കേൾക്കുന്ന സമയത്ത് ആത്മാവ് നമ്മളോട് സംസാരിച്ചു തുടങ്ങിയെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആത്മാവിന്റെ കണ്ണിലൂടെ ദർശനങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരുകയാണ്. നമ്മുടെ ആത്മാവിലൂടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് നമ്മളിലൂടെ ഈ ലോകത്തിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ സൃഷ്ടാവിന്റെ ഒരു ഉപകരണമായി മാറുകയും ദൈവഹിതം നമ്മളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മളിലൂടെ ദൈവത്തിന്റെ വെളിച്ചം ഒരുപാട് ആളുകൾക്ക് ലഭിക്കുകയും ഒരുപാട് പേർക്ക് ഹീലിംഗ് ലഭിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തി അയാളുടെ കർമ്മത്തിന്റെ പീക്ക് ലെവലിലെത്തുന്നു. ഈ കർമ്മം എന്ന് പറയുന്നത് ഹൈ ലെവൽ ഹീലിംഗ് ആയിരിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യൻ ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരവസ്ഥ, അയാൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഏറ്റവും പീക്കിലേക്ക് എത്തുന്ന അവസ്ഥ, നിഷ്കാമമായിട്ട് അയാൾക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഭക്ഷണവും റിസോഴ്സസും കൊടുക്കുന്ന ചാരിറ്റി ആക്ടിവിറ്റീസിന്റെ പീക്കിലെത്തുന്ന അവസ്ഥയായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ആളുകൾക്ക് ഹയർ ലെവലിലുള്ള ഗൈഡൻസ് കൊടുക്കുന്ന അവസ്ഥയായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് കർമ്മ, അതായത് വ്യക്തിയുടെ കർമ്മത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് ദ സെവൻത് സ്റ്റേജ് ആണ് ദ സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ടു ദ കോസ്മിക് കോൺഷ്യസ്നസ്. അതായത് പ്രാപഞ്ചികമായിട്ടുള്ള ആ ബോധത്തിലേക്ക് നമ്മൾ ലയിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ മനുഷ്യന് ദൈവത്തിനോട് പറയാനായിട്ട് സാധിക്കുകയാണ്, ഐ വിൽ ഡൺ മൈ ജോബ്. ആറാമത്തെ സ്റ്റേജിൽ നമ്മൾ ദൈവത്തിനോട് നിന്റെ ഹിതം എന്നിലൂടെ പ്രവർത്തിക്കട്ടെ എന്നാണ് പറഞ്ഞതെങ്കിൽ, ഈ ഏഴാമത്തെ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നാം പറയുകയാണ്, ഐ വിൽ ഡൺ മൈ ജോബ്. അതായത് ഞാൻ എൻ്റെ കർമ്മം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് ക്രിയേറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നിറവിൻ്റെയും മോക്ഷത്തിൻ്റെയും ഒരു സ്റ്റേജാണിത്. ആത്മനിർവൃതിയുടെയും സമാധിയുടെയും ഒരു ഘട്ടം, പൂർണ്ണമായിട്ടുള്ള സംതൃപ്തിയുടെയും ഹാപ്പിനെസ്സിൻ്റെയും പീസിൻ്റെയും ഒരവസ്ഥ. കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തു തീർത്തതിന് ശേഷം വിജയിയെ പോലെ ചിരിച്ചുകൊണ്ട് ദൈവത്തിനോട് എന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയും പിന്നെയും മറ്റുള്ളവർക്ക് വെളിച്ചമേകിക്കൊണ്ട് തുടരുകയും ചെയ്യുന്ന അവസ്ഥ. അതാണ് ഏഴാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനോദയത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്പം ടഫായിട്ടും കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള ഡ്രൈ തിയറീസ് ആണ് പറഞ്ഞതെങ്കിലും ഭൂരിഭാഗം ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ അന്തർജ്ഞാനം എന്നോട് പറയുന്നത്. കാരണം ഇത്രയും കുറഞ്ഞ സമയത്തിൽ ഇത്രയും ലഘുവായിട്ട് ഇത് അവതരിപ്പിക്കുക എന്നുള്ളത് സാധ്യമാണോ എന്ന് തന്നെ സംശയിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വയം ഇവാലുവേറ്റ് ചെയ്യാനും ലോകത്തിനെ മനസ്സിലാക്കാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. കാരണം കടലിന്റെ ആഴം അറിയുന്ന സമയത്താണ് നമുക്ക് ഏത് രീതിയിൽ നീന്തി മുന്നോട്ട് പോകണമെന്നുള്ളത് മനസ്സിലാകുക. സോ എല്ലാവർക്കും ഈ ഒരു ജന്മത്തിൽ ജ്ഞാനോദയത്തിന്റെ വെളിച്ചങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.